ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്കാസ് സുവിശേഷകൻ തൻ്റെ 2-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിൽ ലോകരക്ഷകന്റെ ജനനത്തെ നമുക്കായി വിളംബരം ചെയ്യുന്ന തിരുവചനങ്ങളാണിത്. ഓരോ ക്രിസ്മസും പുതിയൊരുണർവും പുതുജീവനും നമ്മിൽ ഉളവാക്കണം. യേശു നമ്മിൽ ഓരോരുത്തരിലും ജനിക്കണം. ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ ഒട്ടിയ വയറുമായി കഴിയുന്ന അനേകായിരങ്ങളുടെ ദീനരോധനം കേട്ടിട്ട് മനുഷ്യത്വത്തിനു വേണ്ടി ദാഹിക്കുന്ന സമൂഹം വെറുക്കപ്പെട്ട പാവങ്ങളുടെയും കുഷ്ഠരോഗികളുടെയും ഒക്കെ മനോവ്യഥ കണ്ടിട്ട് അതിനൊന്നും പരിഹാരം കണ്ടെത്താതെ പട്ടുമെത്തയിൽ വർണ്ണപ്പകിട്ടാർന്ന പുൽക്കൂട്ടിൽ യേശുവിനെ ജനിപ്പിക്കാം എന്ന് കരുതുന്നത് മിഥ്യയാണ്. പലപ്പോഴും നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളിലും വിഭവസമൃദ്ധമായ ഭക്ഷണ സാധനങ്ങളിലും ലഹരി പദാർത്ഥങ്ങളിലുമൊക്കെ ഒതുങ്ങിയിരിക്കുകയാണ്. ക്രിസ്തുവില്ലാത്ത ക്രിസ്മസാണ് പലപ്പോഴും നാം ആഘോഷിക്കുക. സമാനത നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ലോകത്തിലേക്ക് സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ഇറങ്ങി വന്നു. ആരാണ് വലിയവനെന്ന് ചിന്തിക്കുന്നവരുടെ ഇടയിലേക്ക് വിട്ടുകൊടുക്കുവാനും എളിമപ്പെടാനും തയ്യാറാകാത്ത ഒരു സമൂഹത്തിലേക്ക്, സ്ഥാനമാനങ്ങൾക്കും ലൗകിക ലാഭങ്ങൾക്കും വേണ്ടി മത്സരിക്കുന്നവരുടെ ഇടയിലേക്കാണ് അവൻ ഇറങ്ങി വന്നത്. ചെറുതാകാൻ മനസ്സിലാത്ത ലോകത്തിന് വെല്ലുവിളിയായി പുൽക്കൂട് നിൽക്കുന്നു. ആരാണ് വലിയവനെന്ന് തർക്കിക്കുന്ന കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ പുൽക്കൂട് ചോദ്യചിഹ്നമാകുന്നു. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് പുൽക്കൂട്. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. മാലാഖയുടെ അറിയിപ്പ് ഇന്ന് നമ്മോട് ഓരോരുത്തരോടുമാണ്. ഇന്നും നമ്മൾ യേശുവിനെ കാണുന്നുണ്ട്, പിള്ളക്കച്ചയിൽ പൊതിഞ്ഞല്ല. ഒരുപക്ഷെ ഒരു എയ്ഡ്സ് രോഗിയുടെ രൂപത്തിൽ, ഒരു യാചകന്റെ വേഷത്തിൽ, അതുമല്ലെങ്കിൽ ഒരു ജോലിയില്ലാതെ വിഷമിക്കുന്നവരുടെ രൂപത്തിൽ, ഇങ്ങനെ പല ഭാവത്തിലും രൂപത്തിലും കാണുന്നവരിൽ യേശുവിനെ ദർശിക്കാൻ കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് അർത്ഥപൂർണമാകും. പാതിര മുതൽ പുലർച്ചെ വരെ ക്രിസ്മസ് ആഘോഷങ്ങൾ പൊടിപൊടിക്കുമ്പോൾ ക്രിസ്തുവില്ലാതെ എന്ത് ക്രിസ്മസ് എന്ന ഉത്കണ്ഠയായിരിക്കണം നമ്മെ ചിന്തിപ്പിക്കേണ്ടത്. ഏവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.